മരിച്ച് 15 വർഷം കഴിഞ്ഞിട്ടും $600 മില്യൺ വരുമാനം. ആരാണ് ഈ പോപ്പ് ഇതിഹാസ താരം? മറ്റാരെക്കുറിച്ചുമല്ല പറഞ്ഞു വന്നത്, സാക്ഷാൽ മൈക്കിൾ ജാക്സനെ കുറിച്ചു തന്നെ. വീട്ടിൽ പഴയ ഫ്രിഡ്ജ് പുറപ്പെടുവിക്കുന്ന കടകട ശബ്ദത്തിനൊത്ത് ചുവട് വെക്കുന്ന കുരുന്നു പയ്യൻ. അന്നേ അവൻ്റെ താളബോധം അവൻ്റെ അമ്മ ശ്രദ്ധിച്ചിരുന്നു. അന്നത്തെ പയ്യൻ ആദ്യം സഹോദരങ്ങൾക്കൊപ്പം സംഗീതത്തിൽ തരംഗം തീർത്തു. അവിടെ നിന്നും മൈക്കിൾ ജാക്സൺ എന്ന ഇതിഹാസ പോപ്പ് താരമായി മാറി. പാശ്ചാത്യ ജനപ്രിയ സംഗീതത്തിലെ അവസാന വാക്കായി മാറി. അയാൾ ഒരുക്കുന്ന സംഗീത സദസ്സ് കാണാൻ ലക്ഷങ്ങൾ തടിച്ചുകൂടി. പകരക്കാരനില്ലാതെ അദ്ദേഹം വളർന്നു. പോപ്പ് സംഗീതത്തിലെ അവസാന വാക്കായി അദ്ദേഹം മാറി. അദ്ദേഹം ഇറക്കിയ ആൽബങ്ങളെല്ലാം ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടി. ഡേഞ്ചറസ് എന്ന ഗാനവും അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ മൂൺവാക്കും കണ്ട് ലോകം തരിച്ചു നിന്നു. സോഷ്യൽ മീഡിയ ഇല്ലാത്ത ആ കാലത്ത് നമ്മുടെ കൊച്ചു കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ മൂൺവാക്ക് ട്രെൻഡായി മാറിയെന്നറിയുമ്പോഴാണ് അദ്ദേഹം എത്രയോ ഫെയിം ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ത്രില്ലർ പോപ്പ് സംഗീത ലോകത്തെ ഇളക്കി മറിച്ചു. ത്രില്ലറിലെ ബീറ്റിറ്റും ബില്ലി ജീനും ത്രില്ലറുമൊക്കെ ലോകം ഒന്നുപോലെ ഏറ്റുപാടി. ദാരിദ്ര്യത്തിൽ നിന്നും ശതകോടീശ്വരനായി മാറി. കോടികൾ വന്ന് കുന്നുകൂടിയപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കാൻ അയാൾ മറന്നില്ല. വി ആർ ദി വേൾഡ് എന്ന ആൽബത്തിൽ നിന്നും കിട്ടിയ മുഴുവൻ വരുമാനവും ആഫ്രിക്കയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അയാൾ നൽകി. അന്നും ഇന്നും മൈക്കിൾ ജാക്സന് പകരം ഒരാളില്ല എന്നതാണ് വാസ്തവം. അദ്ദേഹത്തിന് ശേഷം വിസ് ഖലീഫ, ജസ്റ്റിൻ ബീബർ, സെയിൻ മാലിക് തുടങ്ങിയവരൊക്കെ വന്നെങ്കിലും ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയുടെ 7 അയലത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല. പ്ലാസ്റ്റിക് സർജറി ചെയ്തതും കോസ്മെറ്റിക്സുകളുടെ അമിതമായ ഉപയോഗവും ലഹരി ഉപയോഗവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കി. സുഖമായി ഉറങ്ങാൻ ഡ്രഗുകൾ നിരന്തരമായി ഉപയോഗിച്ചിരുന്ന ജാക്സൺ 2009 ജൂൺ 24 ഉറങ്ങാൻ കിടന്നു. പിന്നീട് അദ്ദേഹം ഉണർന്നില്ല. അദ്ദേഹം എന്നേക്കുമായി നമ്മെ വിട്ടു പിരിഞ്ഞു. ലോസ് ആഞ്ചലസ് വിതുമ്പി, ലോകം കരഞ്ഞു. അനശ്വരനായ സംഗീതജ്ഞൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. സംഗീത ലോകം ഇന്ന് പണക്കൊഴുപ്പിൻ്റേത് കൂടിയാണ്. ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ആൽബം, ഒന്നുമല്ലെങ്കിൽ ഒരു സംഗീത സദസ്സ്, എല്ലാത്തിനും കോടികളാണ് സംഗീതജ്ഞരും സംഗീത സംവിധായകരുമെല്ലാം വാങ്ങുന്നത്. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഗായിക ടെയ്ലർ സ്വിഫ്റ്റ് ആണ്. എന്നാൽ അവരെക്കാൾ കൂടുതൽ വരുമാനം മറ്റൊരു താരത്തിനാണ്. 1.5 പതിറ്റാണ്ട് മുമ്പ് വിട പറഞ്ഞ ഇതിഹാസ താരം മൈക്കിൾ ജാക്സൺ. ടെയ്ലർ സ്വിഫ്റ്റിന്റെ 2024 വരുമാനം $40 കോടി ആണ്. ജാക്സണേക്കാൾ $20 കോടി കുറവ്. ഫോബ്സ് ആണ് സംഗീത മേഖലയിലുള്ളവരുടെ പ്രതിഫലം സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. പഴയ പാട്ടുകളുടെ ലൈസൻസ് ഉടമ്പടിയിലൂടെയും MJ എന്ന മ്യൂസിക്കൽ ബയോപിക്കിന്റെ വിൽപ്പനയിലൂടെയുമാണ് $60 കോടി 2024 മാത്രം മൈക്കിൾ ജാക്സന് ലഭിച്ചത്. 2009 ജൂൺ 25 പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സൺ അന്തരിച്ചത്. അന്ന് 50 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. അതിനുശേഷം അദ്ദേഹം 320 കോടി സമ്പാദിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞതാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും ലോകം കീഴടക്കിയ ജാക്സണിൽ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയുണ്ട്.